ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ടാരോ ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. അതോടൊപ്പം നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, അവർ ഇനി നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് ആക്ഷനാണ് ഇനി എടുക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കുക, പോസിബിളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തി കണ്ടോ, എല്ലാ തരത്തിലും നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അവരുടെ എന്തു പറയുക, അവർ ഈ സമയത്ത് എല്ലാ തരത്തിലും നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു യൂണിവേഴ്സ് എല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു അറിവ്, അതായത് നിങ്ങളെന്താണ്, നിങ്ങളെത്രമാത്രം, നിങ്ങളൊരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്ത ത്യാഗം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റിസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, ഒരുപാട് നിങ്ങൾ ത്യാഗം സഹിച്ചിട്ടുണ്ടാവും, ഒരുപാട് നിങ്ങളെ തന്നെ ഈശ്വരനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ടായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ അത്രമാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് അത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്കിവിടെ യൂണിവേഴ്സ് ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലാക്കുക, അത് ആ ഒരു വെളിച്ചം, നിങ്ങളെന്ന ഒരു വെളിച്ചത്തെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്കത് മനസ്സിലായി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളെന്നത്, അല്ലെങ്കിൽ അത്രത്തോളം കാര്യം യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കാണ് ജസ്റ്റിസ് തരാൻ ആഗ്രഹിക്കുന്നത്, അതായത് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയായാലും ഇപ്പം നിങ്ങൾ ഈ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടതിന് നിങ്ങൾക്ക് ഫലമുണ്ടാകാൻ പോകുന്നു എന്നതാണ് പറയാനുള്ളത്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടത് അത് ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ആ സൺ കാർഡ് വരുമ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഇതുവരെ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഒരു ഇരുട്ടാണെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു വെളിച്ചമാണ്, എല്ലാം കൊണ്ടൊരു സക്സസ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തന്നെ. അപ്പോൾ യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ വ്യക്തി ഈ സമയത്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആ ചാരിയറ്റ് കാർഡിൽ തന്നെ മനസ്സിലാക്കാം, പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം. പലതും ഈ ഒരു വ്യക്തി മൂലം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളൊരുപാട് തകർന്ന നിമിഷങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് വേദനയിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാരിയറ്റ് കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ആ ഒരു തടസ്സങ്ങളൊക്കെ അതിജീവിച്ചാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുണ്ടെങ്കിലും ആ ഒരു നിങ്ങളെന്ന ആ ഒരു ആ ഒരു
യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്താ പറയുക, നിങ്ങളുടെ പ്രാർത്ഥന ഈ സമയത്ത് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജെന്യൂനായ നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കി എന്തൊക്കെ പ്രശ്നം ഇനി ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് അതൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് നിങ്ങളിലേക്ക് തരുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളെന്ന ആ ഒരു വ്യക്തിയുടെ, അതായത് നിങ്ങളെന്ന് പറയുന്നത് അത്രമേൽ സ്നേഹം ആഴത്തിൽ ഈ വ്യക്തിക്ക് എന്തു പറയുക, ഈ വ്യക്തിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെപ്പോലെ വേറൊരാളെയും പകരം വയ്ക്കാൻ പറ്റില്ല. കാരണം ഒരു എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ അത്രമേൽ സ്നേഹം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കണം. അത്രമേൽ എന്തു പറയുക, ഒരു അമ്മ കുട്ടിനോട് എന്ന പോലെ, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കൊണ്ട് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അത്രത്തോളം കെയറും അത്രത്തോളം ഇമ്പോർട്ടൻസും അത്രത്തോളം റെസ്പെക്റ്റും എല്ലാം നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കണം. അപ്പം അതുപോലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വേറെ ഒരിടത്തുനിന്നും ഇനി കിട്ടില്ല എന്നുള്ള സത്യമാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. അതാണ് ആ വ്യക്തി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, ഇനി എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും ഈ സമയത്ത് യൂണിവേഴ്സ് പോലും നിങ്ങളുടെ വിളി കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, ഈ ബന്ധത്തിൽ അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ആദ്യം ജസ്റ്റിസ് കാർഡ് തന്നെ കിട്ടാൻ കാരണം. എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഇപ്പോഴുള്ള അവരുടെ കറണ്ട് എനർജി തന്നെ അതാണ്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇങ്ങനെയായാലും അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലും ഈ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് എന്തൊക്കെ കുറവുകൾ ഇനിയിപ്പോൾ ഈ വ്യക്തി എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പലതും ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഈ വ്യക്തിയെ കാരണം നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവുക. അതാണ് ആദ്യം നമുക്ക് ആ ജസ്റ്റിസ് കാർഡ് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അത്രമേൽ നിങ്ങളുടെ എന്താ പറയുക, ആ ജസ്റ്റിസ് കാർഡ് ആദ്യം കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രമേൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണ്. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, ഇവരോടുള്ള ഇഷ്ടം കാരണം, ഇവരോടുള്ള ഇവർക്ക് പകരം വയ്ക്കാൻ നിങ്ങൾക്ക് വേറൊരാളെയും പറ്റാത്തത് കാരണം, ആത്മാർത്ഥമായ ഒരു ഇഷ്ടം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ പൊറുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമേൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തി മാത്രമാണ് കൊണ്ട് നടക്കുന്നത് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തിരിച്ചിപ്പോൾ നിങ്ങളുടെ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. കാരണം ഈ വ്യക്തി ഇപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയായാലും നിങ്ങളിലേക്ക് തന്നെ വന്നേ പറ്റൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ, അത് ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ഈ വ്യക്തി എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷെ ഇപ്പോഴുള്ള അവരുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് അവർ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി പ്ലാൻ എങ്ങനെയാണ് വരേണ്ടത്, അല്ലെ അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ. അതായത് ഈ ഒരു സമയത്ത് അവരിപ്പോൾ എന്താ പറയുക, അവർക്കുണ്ടാകുന്ന എന്തൊക്കെ തടസ്സങ്ങളെ അതിജീവിക്കാനും വേണ്ടി ഈ വ്യക്തി തയ്യാറാണ്. അതായത് പല പ്രശ്നങ്ങളും ഇതിനിടയ്ക്ക് വരാം, ഈ വ്യക്തിയുടെ നേരെ വരാം. പക്ഷെ അതിനെയൊക്കെ എന്തൊക്കെ ഇനി ബുദ്ധിമുട്ട് വന്നാലും ശരി, ഈ വ്യക്തി അതിനെയൊക്കെ അതിജീവിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ മൊത്തം സെലിബ്രേഷൻ കാണുന്നുണ്ട്. അതായത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. ഒരു സെലിബ്രേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലും ഒരു ആഘോഷം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളില്ലാതെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമത്തിലാണ് നിൽക്കുന്നതെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, പലപ്പോഴും നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ എത്രയോ
രാത്രികൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ വ്യക്തി മൂലം രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ടായിരിക്കണം നിങ്ങൾ ഉള്ളത്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എത്രയോ വിഷമാവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. പുറത്തുള്ളവരുടെ കാര്യമായ ഇടപെടൽ കാണുന്നുണ്ട്. ഫാമിലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രോബ്ലം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലരുടെയും നിങ്ങളെ ബന്ധത്തെ വേർപ്പെടുത്താനായിട്ട് പലരും ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സംശയങ്ങൾ കാണുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പലരും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് സംശയിച്ചതുപോലെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളെ ഈ വ്യക്തി സംശയിച്ചിട്ടാണ് അകന്നിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ വ്യക്തിയെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, എങ്ങനെയായാലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് കാണുന്നത്. അപ്പോൾ പല മൂൺകാർഡ് എന്ന് പറയുമ്പോൾ ഇതിന് പിന്നാലെ പല പ്രശ്നങ്ങളും നടന്നതായി കാണുന്നുണ്ട്. എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങളുടെ രണ്ടുപേരും അല്ലാതെ ഇതിന് പിന്നിൽ പലരും കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മൂന്നാമത്തെ വ്യക്തികൾ, അതായത് ഈ വ്യക്തിയുടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നതായി, ചിലപ്പോൾ ഫാമിലി ആവാം, ചില വ്യക്തികളാവാം, ചില റിലേഷൻഷിപ്പ് ആവാം, എന്തൊക്കെയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാം, ഈ വ്യക്തി എങ്ങനെയായാലും ഇനി എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ലക്ഷ്യം ഒറ്റൊരു ലക്ഷ്യമേ ഉള്ളൂ, അത് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒറ്റൊരു ലക്ഷ്യം മാത്രമാണ് ആ വ്യക്തിക്കുള്ളത്. അതിനുവേണ്ടി അവർ ഈ സമയത്ത് ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരെല്ലാം തീരുമാനിച്ച് ആലോചിക്കുക, ഇപ്പോൾ വരണോ വരണ്ടേ എന്നുള്ള ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് ആ വ്യക്തിക്കുള്ളത്. കാരണം പൂർവാധികം ശക്തിയോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആ ഒരു എന്താ പറയുക, ഈ സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു തിരിച്ചറിവും എല്ലാം ലഭിച്ചു. പക്ഷേ എങ്കിലും ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ പതുക്കെയാണെങ്കിലും ഈ വ്യക്തി തിരിച്ചു വരാൻ എല്ലാ തരത്തിലും സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് പലതും അവരിപ്പോൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പലതും അവർക്കിപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പലതും ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നല്ലതുപോലെ. ഇവരുടെ ഭാഗത്ത് തന്നെ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് തന്നെ അതാണ് നമുക്ക് ആദ്യം കിട്ടിയത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തെറ്റായ തീരുമാനത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില കാര്യത്തിലൊന്നും നിങ്ങൾക്ക് നേരെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ കമ്മിറ്റ്മെൻറ്റ് തരാതിരുന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പരിഗണന ഈ വ്യക്തി തരാതിരുന്നിട്ടുണ്ടാവാം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. എല്ലാ തരത്തിലും പറഞ്ഞ ഈ സ്നേഹം അവർ എന്താ പറയുക, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു നല്ലൊരു സ്നേഹബന്ധം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. ഈ ബന്ധം കുറേ വേദന സഹിച്ച ഒരു ബന്ധമായിരിക്കണം, അല്ലെങ്കിൽ കുറേ ഇതിന് പിന്നിൽ നിങ്ങൾ കുറേ വിഷമിച്ചിട്ടുണ്ടാവണം. ഈ ഒരു വ്യക്തി കാരണം തന്നെ നിങ്ങൾ ഒരുപാട് വിഷമാവസ്ഥയിൽ പോയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ വ്യക്തി നിന്ന് തന്നിട്ടുണ്ടാവില്ല നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊന്നും ഈ വ്യക്തി നിന്ന് തന്നിട്ടുണ്ടാവില്ല നിങ്ങളുടെ മുമ്പിൽ. അല്ലെങ്കിൽ പലതും മാറ്റി പറയുന്ന ഒരു വ്യക്തിയാവാം. പല സാഹചര്യത്തിലും ഈ വ്യക്തി തീരുമാനങ്ങൾ അപ്പം മാറ്റുന്ന ഒരു വ്യക്തിയാവാം എങ്ങനെയായാലും. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വ്യക്തിക്ക് അതിന് ശേഷമുള്ള കഥയാണ്. ഇപ്പോൾ ഈ സമയത്ത് പോലും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ അവർക്ക് തന്നെ എന്തൊക്കെയോ ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരുടെ മുമ്പിൽ തന്നെ ഇപ്പോൾ എന്തൊക്കെയോ ജോലിക്കാരാവാം, പല എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട് ഈ വ്യക്തിക്ക്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങളെയാണ്. അതായത് എന്തൊക്കെ ആ വ്യക്തിക്ക് ചുറ്റിലുണ്ടെങ്കിലും, ചില വ്യക്തികളുണ്ടെങ്കിലും, ചില സിറ്റുവേഷൻ ആ വ്യക്തിക്ക് ഇപ്പോൾ അനുകൂലമാണ് എങ്കിലും, അല്ലെങ്കിൽ പല ഓപ്ഷൻസും അവരുടെ ഇപ്പോൾ മുമ്പിലുണ്ടെങ്കിലും, അല്ലെങ്കിൽ പ്രപ്പോസലൊക്കെ വരുന്ന വ്യക്തികളാണെങ്കിലും, ഈ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത് അത് നിങ്ങളെ തന്നെയാണ്. മനസ്സുകൊണ്ട് അവർ തേടുന്നത് നിങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ
ഇവരിപ്പോൾ ചിന്തിക്കുകയാണ് നിങ്ങൾ അവർക്ക് കൊടുത്ത ഒരു സ്നേഹം, അതിൻ്റെ വില ഇപ്പോഴാണ് ആ വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നത്. ആ കാർഡ് കാണുമ്പോൾ മനസ്സിലാക്കാം, അതായത് കൈവിട്ട് പോയല്ലോ എന്നുള്ള ചിന്തയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് എങ്കിൽ, കുറേ നാളിപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നിരിക്കുകയാണെങ്കിൽ, നിങ്ങളെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വരെ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്കിപ്പോൾ എന്തു പറയാം, പഴയ പോലെ ഞാനിനി ആകില്ല എന്നുള്ള ഒരു രീതിയിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് തന്നെ. അതായത് ആ അവസ്ഥയിൽ നിന്നും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെ തന്നെയാണ്, നിങ്ങളെയാണ് അവർ ഓർത്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം എങ്ങനെയായാലും ഈ വ്യക്തി എന്ന് പറയുന്നത് പല തടസ്സങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെ കാണുന്നത്. എങ്കിലും ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവർക്ക് എന്താ പറയുക, അവർ നിങ്ങളെ മനസ്സിലാക്കി. ഇനി അവരുടെ നെക്സ്റ്റ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അവരുടെ നിങ്ങളുടെ അടുത്തേക്ക് വരിക, നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. അവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തിരിച്ച് വിളിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ വ്യക്തി ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ള കാരണം ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നൊരു കാർഡ്, അതായത് എന്ത് ഇനി പ്രശ്നം ഉണ്ടെങ്കിലും, എന്തൊക്കെ ഇനി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഒരു അനുകൂലമായ സമയത്തിനുള്ളിൽ എല്ലാം ശരിയാകും. ഈ കറണ്ട് എനർജി ഇപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ, ഈ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനയിലൂടെയൊക്കെയാണ് പോയതെങ്കിൽ, നിങ്ങൾക്കൊരു അനുകൂലമായ സമയം വരും. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരും. ആദ്യം കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഈ വ്യക്തി അതൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അതായത് നിങ്ങളെക്കുറിച്ച് അവർക്കെല്ലാം മനസ്സിലായി, ഒരു ബോധ്യം വന്നതായി, അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളെ ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേണ്ട പരിഗണന തരാത്തത് അവർക്കതൊരു അനുഭവത്തിലൂടെ വന്നതുകൊണ്ടും ഈ വ്യക്തി തീർച്ചയായിട്ടും അതിനൊരു ഒരു സമയപരിധിക്കുള്ളിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യവും ശരിയാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്ലാൻ. അപ്പോൾ എല്ലാം ശരിയായി വരും. യൂണിവേഴ്സിൽ വിശ്വസിക്കുക, എല്ലാം ഒന്ന് സമർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന തരാത്തൊരു വ്യക്തിയാവാം. കാരണം എന്താ വെച്ചാൽ ഹാങ്ഡ് മാൻ നമുക്ക് റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരുന്നില്ല നിങ്ങളുടേത്. അപ്പോൾ ഈ നോ കോണ്ടാക്റ്റ് ആവുന്നത് മുമ്പേ വരെ വേണ്ട ഒരു പരിഗണന ഈ വ്യക്തി തന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുക, ചില കാര്യങ്ങളിലൊന്നും വലിയ ഫോക്കസ് തരാതിരിക്കുക, നിങ്ങളെ വേണ്ട വിധത്തിൽ ഈ വ്യക്തി പരിഗണിക്കാതിരിക്കുക, പലതും നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആവശ്യമുള്ള സമയത്തൊന്നും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളടുത്ത് പെരുമാറിയ വ്യക്തിക്കാണ് നിങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലായി. ചിലരുടെ കേസിൽ സംശയത്തിൻ്റെ പേരിൽ അകന്ന് പോവുക. അപ്പോൾ എങ്ങനെ ആയാലും ചില ആൾക്കാർ ഈ വ്യക്തി ചില ആൾക്കാരുടെ വാക്ക് കേട്ട് നിന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ഈ വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ആയാലും ഈ വ്യക്തി എന്ന് പറയുന്നത് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു അനുഭവം എന്ന് അനുഭവത്തിലൂടെ എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ കറണ്ട് എനർജിയിൽ അവർ അതിനു വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണുള്ളത് ഇപ്പോൾ. പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോഴുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം, യാത്ര ചെയ്ത് തിരിച്ചു വരണം എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശമാണ്. അതായത് എങ്ങനെയായാലും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുക്കുന്നുണ്ട്. കൊല്ലം, മലപ്പുറം,
പത്തനംതിട്ട ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ചിത്തിര ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, തിരുവാതിര ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം, പൂയം ഓ എന്ന് കിട്ടിയിട്ടുണ്ട്, ബ്ലൂ ബട്ടർഫ്ലൈസ് കിട്ടിയിട്ടുണ്ട്, 13 എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്, ഫെബ്രുവരി, ഏപ്രിൽ സ്റ്റുഡൻറ്റ്, ക്യൂ, ഡിസംബർ എക്സ്, ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരുണ്ടാവും, അതേപോലെ രോഹിണി, ഉത്രം 35. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഓവറോൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വ്യക്തിയെ കൊണ്ട് ഒരുപാട് വേദന സഹിച്ചവരാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തീരുമാനം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം, തെറ്റായ തീരുമാനം ഈ വ്യക്തി എടുത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെ ആയാലും നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്നിട്ടും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം, അല്ലെ ആദ്യം കിട്ടിയ കാർഡിൽ തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ജസ്റ്റിസാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് നീതി കിട്ടും, നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടതിന് നിങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ള ഒരു കാർഡ് തന്നെ. അപ്പോൾ ഈ വ്യക്തിയുടെ എന്തൊക്കെ പ്രവൃത്തി ഈ വ്യക്തി ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും അവസാനം അതൊക്കെ മനസ്സിലായി തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നും തരാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്കിപ്പോൾ അതൊക്കെ വേണം, അല്ലെങ്കിൽ നിങ്ങളടുത്ത് പഴയ രീതിയിൽ ആകാതെ മനസ്സിലാക്കി പുതിയൊരു വ്യക്തിയായി മാറണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ വീലർ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു സമയപരിധിക്കുള്ളിലെല്ലാം ശരിയായി വരും എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.